പലപ്പോഴും മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾ, അല്ലെ മാനസിക വളർച്ച എത്താത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അവഗണനകൾ നമ്മൾ കാണുന്നതാണ് പല വീടുകളിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മാനസിക വെല്ലുവിളി, അല്ലെങ്കിൽ ഒരു അത്രത്തോളം അവരുടെ മാനസിക വികസനം അവർക്കുണ്ടായിട്ടില്ല, അവരുടെ മാനസിക വളർച്ച എത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ജനിച്ചു പോകും. അത് ആ കുഞ്ഞിൻ്റെ കുഴപ്പമല്ല, അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ് ആ ജനിക്കുന്നത്. യഥാർത്ഥ ദൈവത്തിൻ്റെ വികൃതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള നമ്മൾ കാണാൻ ഇവിടെ നമ്മുടെ പ്രമുഖ സിനിമാ നടനായ ശ്രീ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മരിച്ചുപോയി. ഞാനും പോയിരുന്നു, ഞാനും മകളും ഒക്കെ പോയതാണ് അവിടെ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് നേരത്തെ എനിക്കറിയാം. എൻ്റെ മകൾ സിനിമയായിട്ട് ബന്ധമുള്ള ആളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ ഈ ഈ ഈ മരിച്ചുപോയ ഈ കുട്ടിയുടെയൊക്കെ അയാളുടെ വിവരങ്ങളൊക്കെ എനിക്കറിയാം. എൻ്റെ മോളുടെ പ്രായം തന്നെ ഉള്ളതാണ്. അപ്പോൾ അയക്ക് പക്ഷേ എൻ്റെ മോളെ വിളിക്കുന്ന ആൻറ്റി എന്നാണ്. കാരണം അവനും കുഞ്ഞിൻ്റെ മനസ്സത്രേ ആയിട്ടുള്ളൂ. കാരണം കുഞ്ഞു മനസ്സാണ്, പാട്ടൊക്കെ ഇഷ്ടമാണ്. അപ്പം ആൻറ്റി അതിൻ്റെ പാട്ട് വെച്ച് തരണം എന്ന് പറയും. അത് വെച്ച് കൊടുക്കാനൊക്കെ തന്നെയാണ്. അതുപോലെ ഇരിക്കും എൻ്റെ കൊച്ചുമോനെ വിളിക്കുന്നത് ചേട്ടൻ എന്നാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്കതൊരു ഓമനത്വമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് ശ്രീ സിദ്ദീഖ് എന്ത് ചെയ്യണമെന്നറിയാം. ഇത് വിളിച്ച് ആരെങ്കിലും ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ വന്ന് ഈ പയ്യൻ വന്ന് അടുത്ത് അവിടെ വന്നിരിക്കും. അപ്പോൾ പറയും, ഇത് എൻ്റെ മൂത്ത മോനാകട്ടോ എന്ന് പറഞ്ഞ് അവനെ ഇരുത്തിയിട്ട് നോക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി അതിനൊക്കെ ഇഷ്ടം പോലെ ആളിനെയൊക്കെ വെച്ചിട്ടുണ്ട് അവനെ പരിപാലിക്കാനും നോക്കാനും ഒക്കെ. അദ്ദേഹം തന്നെ എല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും. അത് ആ രീതിയിലാണ്. നമ്മൾ പല വീടുകളിലും നേരെ മറിച്ചാണ് ഈ സംഭവിക്കുന്നത് കേട്ടോ. പല വീടുകളിലും ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒരു ഗസ്റ്റ്, ഒരു അതിഥി വീട്ടിലേക്ക് വരുന്നു, ഈ കുഞ്ഞിനെ ഒരിക്കലും വെളിയിലേക്ക് വിടാതെ അകത്ത് പിടിച്ചിരുത്താൻ ഒരു ശ്രമം നടത്തും. അവനത് കുഞ്ഞു മനസ്സിൽ എന്തുമാത്രം അത് വല്ലാതെ ബാധിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ അതിഥി, നമ്മുടെ മോൻ കഴിഞ്ഞിട്ട് മതി നമ്മുടെ അതിഥി എന്ന് നമ്മളത് വിചാരിക്കണം. അങ്ങനെ വിചാരിക്കുന്ന ആളായിരുന്നു ശ്രീ സിദ്ദീഖ് കണ്ടേക്കുന്നത്. അദ്ദേഹം ആ കുട്ടി ഇത്രയും നാൾ ഇവർക്ക് ആയുസ് കുറവാണ്. ഇത്രയും നാൾ ഇങ്ങനെ ജീവിച്ചിരുന്നത് എന്താണെന്നറിയാം. സിദ്ദീഖിൻ്റെ ഇതുപോലുള്ള അത്രത്തോളമുള്ള പരിപാലനവും പരിലാളനങ്ങളും കൊണ്ടാണ് ആ കുട്ടി ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. ഇതുപോലെ ആയിരിക്കണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരെ ഒളിച്ചു നിർത്തുകയല്ല വേണ്ടത്. ഇത് ആരുടെയും ഒരു ആക്ഷേപമല്ല. അപ്പൊ എനിക്കിങ്ങനെ ഒരു കുഞ്ഞുണ്ടായിപ്പോയി, ഉണ്ടായാൽ അത് എനിക്കിതുകൊണ്ടൊരു ആക്ഷേപം വരേണ്ട കാര്യമില്ല. വീട്ടിൽ വരുന്നവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ പ്രശ്നമാണ്, വരുന്നവൻ്റെ. നമ്മുടെ പ്രശ്നമല്ല. നമുക്കിത് വലുതാണ്. നമ്മുടെ മകൻ കഴിഞ്ഞ് മതി, അല്ലെ മകൾ കഴിഞ്ഞ് മതി എൻ്റെ വീട്ടിൽ വരുന്നവർ എന്ന് നമ്മളൊന്ന് കരുതണം. മാതാപിതാക്കൾ കണ്ട് പഠിക്കണം ശ്രീ സിദ്ദീഖിനെ. അദ്ദേഹത്തിനെ എത്ര സ്തുതിച്ചാലും ഈ കാര്യത്തിൽ മതിയാവത്തില്ല. കാരണം അത്രത്തോളം ഒരു മഹത്തായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ഇത് കാണിച്ചു തന്നതാണ്. ഇതൊന്ന് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഒരു നന്ദികേടായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാനിത് വിളിച്ചു പറഞ്ഞത്. കാരണം ഞാനിത് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ഒരു രീതിയിലുള്ള, ബാക്കി എന്തോ ആവട്ടെ എനിക്കറിയില്ല, അദ്ദേഹം ഈ കുട്ടിയെ നോക്കിയതുപോലെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഇതേപോലെ തന്നെ പരിപാലിക്കണം, ഇതുപോലെ കൊണ്ടു നടക്കണം, ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ട അതാണ്. അവരെ ഒറ്റപ്പെടലല്ല അവർക്ക് വേണ്ടത്. അവരെ ആളുകളുടെ മുമ്പിൽ ഇതെൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്നൊന്നും മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് ആ സന്തോഷം എന്തുമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളും അതുപോലെ മറ്റാളുകളും ഒക്കെ ഇത് കഴിഞ്ഞേ ഉള്ളൂ എന്നൊന്ന് കരുതുക. അത് മാത്രമല്ല, ഈ വീട്ടിൽ ഇങ്ങനെ ഇരുത്തുന്നത് മാത്രമല്ല, ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനെല്ലാം കൊണ്ടുപോകും മുഴുവൻ. ഇപ്പോൾ അവിടെ വന്നപ്പോൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ്റെ മാരേജ് നടന്നു, കല്യാണം നടന്നു. ആ കല്യാണം കഴിച്ച പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ, ഈ പയ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. അത്ര നല്ല രീതിയിലായിരുന്നു. അത് മാത്രമല്ല, കല്യാണത്തിന് ഇവിടെ ഉണ്ട്, അതായത് സൂട്ടും ഒക്കെ ഇട്ട് നല്ല അന്തസ്സായിട്ട് വന്ന് നമുക്ക് കൈയൊക്കെ തന്ന് വളരെ കാര്യമായിട്ട് അവിടെ നിർത്തിയിരുന്നു. അല്ലാതെ ഇതിനെ ഒളിച്ചു വെക്കാനൊന്നും സിദ്ദീഖ് ശ്രമിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ ഉണ്ടെങ്കിലും അത് ഒരു കുഴപ്പമില്ല, എൻ്റെ മോൻ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ മകൻ, ആ ഒരു കാഴ്ചപ്പാട് വേണം. അതാണ് യഥാർത്ഥ അച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അതാണ് ഒരു പിതാവ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും നമ്മൾ ഇത് നമുക്ക് മനസ്സിൽ നിന്ന് മായുന്ന ഒരു ചിത്രമല്ല ആ പയ്യൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ മരിച്ചുപോയി.
അകാലത്തിൽ പൊലിഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷേ അത്രയും ആയുസ്സേ കിട്ടുള്ളൂ. ഇവർക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് ഇവർക്ക് കുറവാണ്. ഇത്രയും നാൾ നന്നായിട്ട് ജീവിച്ചു. നന്നായിട്ട് ജീവിക്കാൻ ഈ പരിമിതികളുടെ ഇടയിൽ, പരിമിതികളുടെ ഇടയിലും ഇത്രയും നല്ലതായിട്ട് ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു പിതാവിനെ നമ്മളിവിടെ കണ്ടു. ആ മരിച്ചുപോയ ആ കുട്ടിക്ക് എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ്. നമുക്ക് ഇതൊരു പാഠമാകട്ടെ എല്ലാവർക്കും. എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് കണ്ടുപഠിക്കട്ടെ.